ക്ലൈമറ്റ് ഒക്കെ മാറുമ്പം നമുക്ക് എപ്പോഴും അത് വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒന്നും നമ്മളെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയിട്ടല്ല, വീട്ടിൽ തന്നെ മരുന്നുണ്ടാക്കിയാണ് തരാറുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ചുമ കാണുമ്പോഴേ പിള്ളേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നമ്മളാണെങ്കിലും ഒന്ന് പോയി നോക്കും. അതൊന്നും ആവശ്യമില്ല ശരിക്കും. ഇപ്പം ചുമയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ടൈം ആണെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോണ പെപ്പറും ജീരകവും കൂടി ഇട്ടുള്ള രസം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മളാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റും. ചെറിയ കുട്ടികളാണെങ്കിൽ കുറച്ച് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് ആ പെപ്പർ ഒന്ന് കുറച്ചാൽ മതി. എന്നിട്ട് അവർക്ക് ഓരോ സ്പൂൺ വീതം ഇടയ്ക്കിടയ്ക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചുമയാണെങ്കിലും തൊണ്ടയ്ക്കൊരു കീറുപ്പൊക്കെ വരില്ല, അതെല്ലാം മാറാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ട്രഡീഷണൽ റെമഡിയാണിത്. അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് മദേഴ്സിനും, അതായത് പാല് കൊടുക്കുന്ന അമ്മമാർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനിയപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ രസം ഉണ്ടാക്കുക നോക്കാം. ആ ജലദോഷത്തിനും കോൾഡിനും ഒക്കെ പറ്റിയ രസം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഫസ്റ്റ് അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി 2 അല്ലി, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 2 പിഞ്ച്, കടുക് 1 ടീസ്പൂൺ, പെപ്പർകോൺ കുരുമുളക് 3 ടീസ്പൂൺ, ജീരകം 2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പും ആവശ്യത്തിന്, പിന്നെ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല 2 ടീസ്പൂൺ. ഇനി 3 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഈ രസം ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് കുരുമുളകും ജീരകവും ഇത് രണ്ടും കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനിയും ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ പെപ്പറും ജീരകവും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചു വെച്ചു. ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളുടെ ടൊമാറ്റോ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ടൊമാറ്റോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനിയും ഇതിലേക്ക് 2 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കടുകൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടിയാൽ ഉടനെ നമ്മുടെ കായപ്പൊടി 2 പിഞ്ച് കായപ്പൊടി ഒന്ന് ഇട്ട് ഇതിലേക്ക് വെളുത്തുള്ളി നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ടൊന്ന് ചതച്ച് വെച്ച വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളി ഒന്നും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചതിൽ നിന്ന് 1/2 ടീസ്പൂൺ പൊടി, പെപ്പറും ജീരകവും കൂടി ഇട്ടിട്ടുള്ള പൊടിയില്ലേ, അതും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് അതും ഒന്ന് മൂപ്പിക്കുക. ഒരു 10 സെക്കൻഡ് അത്രയും മതി. ഇനിയും ഇതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പൾപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കണം. പിന്നെ വെളുത്തുള്ളി ഇടാൻ നേരത്തെ ഫ്ലെയിം അങ്ങോട്ട് ലോ ആക്കിയായിരുന്നു. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൗഡറില്ലേ, പെപ്പറും ജീരകം കൂടെ പൊടിച്ച ബാക്കി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് മതി, ഒന്ന് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് ആയിട്ട് നമ്മളിത് തിളപ്പിക്കുകയാണ്. കുറച്ചൊന്ന് രസം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റും. അപ്പം അങ്ങനെ നമ്മളുടെ പെപ്പർ രസം ഇവിടെ റെഡിയായി. ഇനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുള്ളൂ ഈ രസം ഉണ്ടാക്കാനായിട്ട്. ഇത് ചുമയ്ക്കാണെങ്കിലും ജലദോഷത്തിനാണെങ്കിലും നല്ലൊരു മരുന്നാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കറിയൻ സ്പൈസസ് രഞ്ജു സോൺ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.